തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ നമ്മളിപ്പോൾ അംഗീകരിച്ചല്ലേ മതിയാവും. പരാജയത്തിന് ഇടവന്ന കാരണങ്ങൾ സാധാരണയുള്ള പരിശോധനയല്ല, വളരെ ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആരിലെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് ആഴത്തിൽ പഠനവിധേയമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ്? നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുകയും നമുക്ക് വന്ന കുറവുകൾ ജനങ്ങളോട് തുറന്നു പറയുകയും വേണം. തീർച്ചയായിട്ടും ആ തുറന്നു പറച്ചിലോടുകൂടി തന്നെ അതിശക്തമായ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ഇപ്പോൾ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2001 ഇതേപോലെയുള്ള ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അത് കഴിഞ്ഞ് അതിശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ പരാജയം എന്നത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെന്റ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂരടക്കം നമ്മൾ തോക്കേണ്ടതാണ്. കാരണം വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഞങ്ങൾ തോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ജയിച്ചല്ലോ. അപ്പോൾ ഗവൺമെന്റ് വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും, മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്കെന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാർട്ടിയും മുന്നണിയും നടത്തിയ പ്രവർത്തനങ്ങൾ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് വലതുപക്ഷം നടത്തിയത്. എല്ലാ വലതുപക്ഷവും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ച നിലപാട്. അത് UDF മാത്രമല്ല, UDF അല്ലാത്ത വലതുപക്ഷം, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ഒരു ഏകോപനം, അല്ലെ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ ഒരു ഏകീകരണം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മൾ കാണണം. അപ്പോൾ ഓരോ സ്ഥലത്തും ആ വസ്തുത കൂടി വെച്ചുകൊണ്ട് വേണം പരിശോധിക്കാൻ. കാരണം CPM ഇടതുപക്ഷ മുന്നണി 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. വലതുപക്ഷ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരേണ്ടതായിട്ടുണ്ട്. 1959 വിമോചന സമരം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദീർഘകാലം കേരളത്തിൽ ഇരുത്താൻ പാടില്ല എന്ന വലതുപക്ഷ ചിന്ത, ആ ചിന്ത ഇപ്പോഴും ശക്തിപ്പെട്ടു തന്നെ നിൽക്കുന്നുള്ള വസ്തുത, ആ ഏകോപനം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസം. എന്ന് വെച്ചാൽ ഏത് വിധത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് CPM നയിക്കുന്ന ഗവൺമെന്റ് താഴെ ഇറക്കണം എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വലതുപക്ഷമാകെ ഏകോപിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത. ഇപ്പൊ BJPയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ വോട്ടിന്റെ കുറവ് വന്നാൽ, അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലേ BJP വോട്ട് കിട്ടുമെന്ന്, പക്ഷെ 6000 വോട്ട് കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJPയുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞത് എങ്ങോട്ട് പോയി? BJPക്ക് ജയിക്കാനിട വന്ന മണ്ഡലങ്ങളിൽ UDFന്റെ വോട്ട് എങ്ങനെയാണ് ആ മണ്ഡലങ്ങളിൽ അവർ കൈകാര്യം ചെയ്ത് CPMനെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്? അപ്പോൾ ഇതൊരു ഭാഗത്ത് നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കണം. നമ്മുടെ കുറവുകൾ പരിശോധിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വലതുപക്ഷത്തിന്റെ ഏകീകരണം, ഏകോപനം കേരളത്തിൽ അതിശക്തമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നീട് വന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ വല്ലാത്ത തരത്തിൽ പ്രചരിപ്പിക്കാൻ UDF പരിശ്രമിച്ചു. ഒരു ചെറിയ ഭാഗമെങ്കിലും അത് വീണിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. CPM ഇടതുപക്ഷം, അല്ലെ CPM നേതാക്കന്മാർ, അല്ലെങ്കിൽ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന തരത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ കുറച്ചാളുകളെങ്കിലും വീണിട്ടുള്ള വസ്തുതയാണ്.
അതെല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടിന്റെ പൊതുവായ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള വസ്തുണ്ട്. മൊത്തത്തിൽ ന്യൂനപക്ഷം നമുക്ക് എതിരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളും ഇപ്പോൾ ജയിച്ച മണ്ഡലം ജയിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ലഭിക്കേണ്ടതായ കുറച്ച് വോട്ടുകൾ തെറ്റിദ്ധാരണ മൂലം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന തരത്തിൽ നമ്മളെന്തോ ഒരു ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന തരത്തിലുള്ള ഒരു കൊണ്ടുപിടിച്ച ഒരു ക്യാമ്പയിൻ വലതുപക്ഷം നടത്തി. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പണാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. UDF-നും BJP-ക്കും എത്ര കോടികളാണ് കേരളത്തിൽ ഒഴുക്കിയത്. ഇതെല്ലാം ഒരു സമാന്തരമായ ഒരു പ്രത്യേക മാനേജ്മെന്റ് സംവിധാനത്തിലാണ് ഈ പണം മുഴുവൻ കേരളത്തിൽ ഒഴുക്കി തെരഞ്ഞെടുപ്പ്. നമ്മൾ ഈ ചെങ്ങന്നൂരൊക്കെ ഞെട്ടിത്തരിച്ചു പോയി പണം ഒഴുകുന്നത് കണ്ട്. കാരണം നമുക്കൊരു പോസ്റ്റ് അടിക്കാൻ നമ്മൾ നാട്ടിൽ ആരുടെ നിന്ന് 10 രൂപ പിരിക്കാൻ നടക്കുമ്പോൾ ആ സമയത്ത് കോടിക്കണക്കിന് രൂപ ഒരു ആഴ്ച കൊണ്ട് അല്ല 2 ആഴ്ച കൊണ്ട് ഇവിടെ ചെലവഴിക്കുകയാണ് രണ്ട് മുന്നണിയും. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന മയിൽക്കുറ്റിയെ വരെ പോയി കണ്ടിട്ട് അളിയ ചുമ്മാ ഇരിക്കണ്ട 10 രൂപ പിടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ പണമൊഴുകി. ആ പണമൊഴുകിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. പണ്ട് കോൺഗ്രസ് അങ്ങനെ പണം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരുന്നു. ഇന്നത് മാറി. ഏറ്റവും കൂടുതൽ പണം BJP-യും കോൺഗ്രസും ഒഴുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത, ഉദാഹരണം മറ്റ് ചില മുന്നണിയിലെ ഘടകകക്ഷികൾ മത്സരിച്ച മണ്ഡലത്തിൽ വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. അപ്പൊ പണാധിപത്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. അത്രയും പണം ഒഴുക്കി വന്നപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വികസനം വലിയ തരത്തിൽ നടത്തി ഗവൺമെന്റ്. പക്ഷേ പല മണ്ഡലങ്ങളിലും അത് വേണ്ടത്ര തരത്തിൽ ജനങ്ങൾ എത്തിക്കുന്നതിൽ വന്ന വീഴ്ചയുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ജയിച്ചെന്ന് പറയുന്നത് നമ്മൾ നല്ല രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ നടത്തിയ വികസന പ്രവർത്തനം ഓരോ ഡോർ ടു ഡോർ ക്യാമ്പയിനിലൂടെ നമ്മൾ എത്തിച്ചു എന്നതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ വന്നോ? അത് നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ പാർട്ടി LDF പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ പലർക്കും അറിയില്ല എന്തൊക്കെ ചെയ്തെന്നുള്ളത്. പൊതുവായ വികസനം, കാരണം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് 10 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് 18 വയസ്സ് വോട്ടവകാശമായി. ആ 10 വയസ്സുള്ള കുട്ടിക്ക് 18 വയസ്സായി വരുമ്പോൾ അവൻ കാണുന്നത് വികസനം മാത്രമാണ്. അപ്പൊ അതിന് മുമ്പത്തെ ഒരു ചരിത്രം എന്താണെന്നുള്ള അവനെ പഠിപ്പിച്ച് കൊടുക്കേണ്ടിയിരുന്നത് കൊടുത്തില്ല. അല്ല, ഭാവിയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി അവനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ യൂത്തിനിടയിൽ പ്രത്യേകിച്ച് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വികസനവുമായി ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് കഴിയാതെ വന്നു എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരലംഭാവം ഇടതുപക്ഷ മുന്നണി നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വസ്തുതയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു അലംഭാവം, ഒരു അമിത വിശ്വാസം ജയിക്കും. ആ അമിത വിശ്വാസം തിരിച്ചടിക്ക് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഭരിക്കട്ടെ, നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ 6 മാസത്തിനുള്ളിൽ ഈ വോട്ട് ചെയ്ത ജനങ്ങൾ UDF-നെ ഇതിനേക്കാൾ ശക്തമായ തരത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി രംഗത്ത് വരേണ്ടി വരും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ആ നിലയിൽ നമ്മൾ ആ പ്രശ്നത്തെ അങ്ങനെ കണ്ടാൽ മതി. അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ സംഘടന ഒരുക്കിയെടുക്കണം. പാർലമെന്ററി പ്രവർത്തനത്തെ ആ രൂപത്തിൽ ഒരുക്കിയെടുത്താൽ ഒരു സംശയം വേണ്ട, ജനങ്ങളുടെ വിശ്വാസം ഇതിനേക്കാൾ ശക്തി നമുക്ക് അനുകൂലമായിട്ട് വരും. കാണേണ്ട ഒരു അപകടം BJP-യുടെ വരവാണ്. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുടങ്ങിയത് പിന്നീട് അവസാനിപ്പിച്ചു എങ്കിലും BJP 2-3 സീറ്റിൽ ജയിച്ചതും ചില സീറ്റുകൾ 2ാം സ്ഥാനത്ത് വന്നതും ഒരു സൂചന ഉണ്ട്. ആ സൂചന നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. ഭാവി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പോകുന്ന വർഗീയത, അത് മുസ്ലിം ലീഗ് ഉയർത്തുന്ന വർഗീയതയെ പറ്റിയാണ് BJP പ്രചരിപ്പിക്കുന്നത്, BJP-യുടെ വർഗീയതയെ പറ്റിയാണ് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിലെ മനുഷ്യനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പുതിയ പ്രോസസ്, വർഗീയവൽക്കരണത്തിൻ്റെതായ പുതിയൊരു അവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ടെന്നുള്ളത് മതേതരവാദികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ വല്ലാത്ത തലത്തിൽ UDF അതിന്റെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് BJP ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ, അത് രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം ഉയർന്നു വരാൻ ഇടവരുന്ന തരത്തിലുള്ള ഒരു ചെറിയ തുടക്കം കുറിച്ചു എന്നത് മതേതരവാദികളെ സംബന്ധിച്ച് ആശങ്കാകരമാണ്. അത് നമ്മൾ ഭാവിയിൽ നന്നായി ആ മേഖല പരിശോധിച്ച് നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളതാണ്
മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. ചെങ്ങന്നൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുങ്കാറ്റിനിടയിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക സുനാമിക്കിടയിൽ 10,300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ചത് ഞാൻ ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനത്തിൽ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അവരെ സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു, അവരെന്നെ ചേർത്ത് പിടിച്ചു, കൈവിട്ടില്ല. ഈ വലതുപക്ഷ കോട്ടയിൽ ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം തന്ന ചെങ്ങന്നൂരിലെ ജനങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി എന്റെ സ്നേഹവും നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.